Hello everyone. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ നമ്മുടെ ഓണസദ്യയുടെ കൂടെ കൊടുക്കുന്ന ബോളി, നമ്മൾ സ്വീറ്റ് ബോളി എന്ന് പറയും, ചില സ്ഥലത്ത് പുരൻ ബോളി എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വളരെ ഡെലീഷ്യസും ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബോളിയാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അരക്കപ്പ്, ഒരു ചെറിയ ബൗളിലുള്ള അരക്കപ്പ് കടലപ്പരിപ്പ്, അതേ അളവിൽ തന്നെ മൈദ, പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, അതിൻ്റെ കൂട്ടത്തിൽ 5-6 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഈ കടലപ്പരിപ്പ് ആദ്യം ഒന്ന് കുതിർക്കണം. ഒരു 1-1.5 മണിക്കൂർ കുതിർത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ അത് ഡബിൾ എമൗണ്ടിലേക്ക് വരും. അത് നമുക്ക് വെള്ളം വാലാനായിട്ട് വെക്കണം. കുറച്ച് നേരം ഡ്രൈ ആകാനായിട്ട് അത് വെച്ചേക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കടലപ്പരിപ്പ് എടുത്തോ അതേ പാത്രത്തിലെ അളവിലാണ് മൈദ മാവ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം, 1/4 ടീസ്പൂൺ മഞ്ഞളും ഇടാം. ചെറിയ സ്പൂണിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ, കുറച്ച് എമൗണ്ട് മതി. വലിയ സ്പൂണിന് നമ്മൾ ടേബിൾ സ്പൂൺ എന്നാണ് പറയുന്നത്. ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ആ പാത്രത്തിൽ വെള്ളം അളക്കുകയാണെങ്കിൽ ഒരു 1/3 വെള്ളം മതിയാകും കേട്ടോ. അര പാത്രം പോലും വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം മതി. സ്പൂണിൽ കോരി കുറച്ചൊഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. വെള്ളം കൂടിപ്പോയാൽ വളരെ പ്രശ്നമാകും. സ്പൂണിൽ മാത്രം കോരി ഒഴിക്കുക. അഥവാ കയ്യിലൊക്കെ ഒട്ടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം കൂടെ മൈദ ഒരു സ്പൂണിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. മാവ് നന്നായിട്ട് നമുക്ക് കുഴച്ച് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പക്ഷെ അതിന് മുന്നേ ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. മാവ് നെകയ്ക്ക് ഓയിൽ ഒഴിക്കണം. നല്ലെണ്ണയാണ് ബെസ്റ്റാണ്, നാട്ടിലൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാവ് നന്നായിട്ട് അതിനകത്ത് കവേർഡ് ആയിരിക്കണം. അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. പഞ്ചസാരയ്ക്കകത്ത് ഏലക്കയും ജാതിക്കയും ഇട്ട് പൊടിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഈ നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെള്ളം വാലാൻ വെച്ചിരുന്ന ആ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം നമ്മൾ കടലപ്പരിപ്പ് അളവെടുത്ത അതേ പാത്രത്തിൽ ഒരു പാത്രം വെള്ളം മതിയാവുന്നതാണ്. നമ്മൾ കുതിർത്ത കൊണ്ടാണ് ഒരു പാത്രം. കുതിർക്കാതെ കടലപ്പരിപ്പ് ഇടുകയാണെങ്കിൽ 1.5 അളവ് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ കുതിർത്തത് കൊണ്ട് നമുക്ക് അതേ അളവിലുള്ള വെള്ളം മാത്രം മതിയാവും. ഒരു 3 വിസിൽ കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പരിപ്പ് വെന്ത് പരിപ്പ് കറി പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഈ വെള്ളവും ഇത്രയും തന്നെ മാത്രമേ ആകാവുള്ളൂ. ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് കുക്കർ തണുത്തപ്പോൾ തുറന്നിരിക്കുകയാണ്. ശകലം വെള്ളമുണ്ട്, അതും കൂടെ വറ്റാനായിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കാം. അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞാലും മതിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് ഒന്ന് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം മിക്സിക്കകത്ത്. ആ സമയം കൊണ്ട്, അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ ഉരുളകൾ ഉണ്ടാക്കി വെക്കാം. നമ്മൾ 1/2 കപ്പ് അളവിലാണ് പൊടി എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബൗള് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 10 ഉരുളകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു നെല്ലിക്ക സൈസിലുള്ള 10 ഉരുളകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ എക്സ്ട്രാ വന്ന ഓയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കുക്കിങ്ങിന് ഉപയോഗിക്കാം കേട്ടോ. അത് അരിച്ച് ഒന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ കുക്കിങ്ങിന് ഉപയോഗിക്കാൻ ഒരു കുഴപ്പവുമില്ല. ഇനി നമ്മുടെ കടലപ്പരിപ്പ് തണുത്തിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കാം. ഡ്രൈ ഗ്രൈൻഡറിലോ ചട്നി ഗ്രൈൻഡറിലോ വേണം പൊടിക്കാനായിട്ട്. പൊടിച്ച് നന്ന സോഫ്റ്റ് മാവായിട്ട് കിട്ടുന്നിടം വരെ പൊടിച്ചെടുക്കുക. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര, നമ്മൾ ഏലക്കയും ജാതിക്കയും കൂടെ ഇട്ട് പൊടിച്ചു വച്ചിരിക്കുന്നതാണല്ലോ, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഉരുകി എല്ലാം ഈക്വലി ഈവനായിട്ട് മിക്സ് ആകുന്നിടം വരെ അതൊന്ന് ചൂടാക്കുക. പിന്നെ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക.
ഈ കടലപ്പരിപ്പിന്റെ മിക്സ് തണുത്ത് കഴിയുമ്പോൾ ഉരുളകളാക്കി വെക്കണം. ഉരുളകളാക്കാൻ നേരം നമ്മൾ കയ്യിൽ ഇച്ചിരി ഒരു നെയ്യ് പുരട്ടിയിട്ട് അത് ഉരുളകളാക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും പരിപ്പിൽ നിന്ന് നമുക്ക് 10 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ മാവും ഉരുളകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാനായിട്ട് പോകാം. അതിനുവേണ്ടി കുറച്ച് അരിപ്പൊടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും അരിപ്പൊടി മതി. നമ്മുടെ കയ്യിലുള്ള വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള അരിപ്പൊടി എടുക്കാം. ഒരു മാവിൻ്റെ ഉരുള എടുത്ത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഓയിലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ഈസിയാണ് അത് സ്പ്രെഡ് ചെയ്യാനായിട്ട്. കയ്യിൽ ഇങ്ങനെ ചുമ്മാ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആയിക്കോളും. വളരെ ഈസിയാണ് ഇതൊക്കെ. അതിലേക്ക് നമ്മൾ ഒരു ഉരുള കടലപ്പരിപ്പിൻ്റെ മിക്സ് വെക്കുക. ഒന്ന് ഈവനാക്കി അതൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാ ഉരുളകളും ഉണ്ടാക്കി വെക്കാം. എല്ലാ ഉരുളകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള മാവിനകത്ത് നമ്മൾ ഒരു നാരങ്ങ സൈസിലുള്ള ഉരുളയാണ് വെച്ചിരിക്കുന്നത്. അത്രയും മതിയാകും. നമ്മുടെ ഔട്ടർ കവറിങ് വളരെ തിന്നായിട്ടാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടി അരിപ്പൊടി ഒന്ന് ചപ്പാത്തി പലയിലേക്ക് തൂകിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ വെച്ച് പരത്തിയെടുക്കുക. എത്ര തിന്നായിട്ട് പരത്താമോ അങ്ങനെ അത്രയും തിന്നാക്കി പരത്തിയെടുക്കുക. ആരെങ്കിലും ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ ഇപ്പം തന്നെ പരത്തുന്ന കൂട്ടത്തിൽ തന്നെ ചുട്ടു പോകാം. അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ഉരുളകളും ഒന്ന് പരത്തി വെച്ചിട്ടാണ് ചുടുന്നത്. അതിനേക്കാളും നല്ലത് അപ്പം തന്നെ ചുടുന്നതായിരിക്കും. കൂടുതൽ സോഫ്റ്റായിട്ട് നമ്മുടെ ബോളി ഇരിക്കുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ ബോളികളും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചുടാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഒരു തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ പുരൻ പോളി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുമിളകളൊക്കെ വന്നു കഴിയുമ്പോൾ അതുടൻ തന്നെ തിരിച്ചിടുക. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഗീ ഒന്ന് തടവി കൊടുക്കാം. ഒരു ബ്രഷ് എടുത്ത് കുറച്ച് ഗീ മതി. ഒരുപാട് ഗീ പുരട്ടിയാൽ ഗീയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. പിന്നെ നന്നായിട്ട് മുരിഞ്ഞു പോകും. നമുക്കിത് അധികം മുരിഞ്ഞു പോകാതെ സോഫ്റ്റ് ആയിട്ടാണല്ലോ വേണ്ടിയത്. ഒന്നും കൂടെ ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡിലും കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ 1-2 പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്ത് എളുപ്പം തന്നെ ബോളി എടുക്കണം. ഒരുപാട് നേരം തവയിൽ കിടന്നാൽ അതൊരുപാട് ഡ്രൈ ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോളികളെല്ലാം തന്നെ നമ്മൾ ചുട്ടെടുത്തിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് സദ്യയുടെ കൂട്ടത്തിൽ പായസത്തിൽ കൂട്ടിയാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ ഒത്തിരി നല്ലതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ കോളേജിൽ ബേക്കറിയിൽ നിന്നൊക്കെ ഇത് സ്വീറ്റ് ബോളി എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഒരു ലെമൺ ജ്യൂസിന്റെ കൂടിയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ബോളി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. ഓണത്തിന്റെ വിഭവങ്ങളൊക്കെ ഇനി വരുവാനിരിക്കുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.